പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന ഇന്ത്യയുടെ ആരോപണത്തിൽ തെളിവില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം. ആക്രമണത്തിന് പിന്നാലെ പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യ വിലക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്വമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര മിന്നലാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലും തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അതിനിടെ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണത്തിനും സൈനികാഭ്യാസത്തിനും പാകിസ്ഥാൻ നീക്കം നടത്തുന്നതായും വിവരമുണ്ട്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണത്തിൽ തെളിവില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. അതിനിടെ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഒരാൾ കേക്കുമായി എത്തി. എന്തിനാണ് കേക്കെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ മറുപടി നൽകിയില്ല. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധമാണുണ്ടായത്. തീൻമൂർത്തി മാർഗിൽ പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ലക്ഷ്യമാക്കിയായിരുന്നു പ്രതിഷേധക്കാരുടെ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്വമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ നീക്കം ഭീരുത്വമെന്നും അപക്വമെന്നും പാകിസ്ഥാൻ ഊർജ്ജമന്ത്രി അവൈസ് ലഗാരി പ്രതികരിച്ചു. ഇന്ത്യയുടെ ജലയുദ്ധം അനധികൃതമാണ്. സിന്ധു നദിയിലെ ഓരോ ജലത്തുള്ളിയും തങ്ങളുടെ അവകാശമാണെന്നും എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. 24 ഡൽഹി.